ഇപ്പോൾ MSF സ്റ്റേറ്റ് പ്രസിഡന്റ് PK നവാസ് ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ PK നവാസ്, മെസ്സി വരും, അർജന്റീന ടീം വരും എന്നൊക്കെ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയൊക്കെയാണ് മെസ്സി ആരാധകർ കാത്തിരുന്നത്. ഏറെക്കുറെ മെസ്സി എത്തില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പറയുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ മെസ്സിയെ വിളിക്കാൻ പോയി അല്ലെങ്കിൽ ക്ഷണിക്കാൻ പോയ വകയിൽ 13 ലക്ഷം രൂപയാണ് കായിക മന്ത്രി ചെലവാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഇതിനെ പ്രധാനമായും രണ്ടു തരത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്ന്, കായിക മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ പറഞ്ഞിരുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപയുടെ നഷ്ടമില്ല, അദ്ദേഹം സ്വന്തമായി എന്തോ ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മോട് പറഞ്ഞിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം മലയാളിയോട് പറഞ്ഞത് കളവായിരുന്നു എന്ന് തെളിയുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള RTI രേഖയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളീയ കായിക പ്രേമികളോട് ബഹുമാനപ്പെട്ട മന്ത്രി മാപ്പ് പറയണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാരണം കായിക പ്രേമികളെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല, നികുതി പണത്തിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഒട്ടും വാല്യുബിൾ അല്ലാത്ത, ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് നിരുത്തരവാദിത്തപരമായി പണം ചെലവഴിച്ചു എന്ന് ഗുരുതരമായ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയ ഒരു കാര്യമുണ്ട്. ശരിയാണ്, മെസ്സിയെ കാണാൻ കേരളത്തിലെ കായിക പ്രേമികൾക്ക് വലിയ താല്പര്യമുണ്ട്, റൊണാൾഡോയെ കാണാൻ വലിയ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ മറ്റു കായിക മത്സരാർത്ഥികളൊക്കെ കാണാൻ, അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും വളരെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന നാടാണ് കേരളം. അവരൊക്കെ കാണാൻ നമുക്കൊരു താല്പര്യമുണ്ട്. പക്ഷെ കായിക മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി മെസ്സി വരുമെന്ന് പറഞ്ഞ് 1-2 വർഷക്കാലം അങ്ങനെ കൊണ്ടുപോയി. മെസ്സി വരൂട്ടോ എന്ന് പറഞ്ഞ 6 മാസം വീണ്ടും കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് കാലം പൂർത്തീകരിക്കുമ്പോൾ മെസ്സി വരില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാൻ. ഈ കാലയളവിൽ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് പരിശോധന ഈയിടെ നമ്മൾ നടത്തേണ്ടതാണ്. കേരളത്തിന്റെ കായിക മേഖല അതിന്റെ ഏറ്റവും സർവ്വകാല പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണെന്ന് മാത്രമല്ല, അത്ലറ്റിക്സ് ഇനങ്ങളിൽ പോലും കേരളം വളരെ പിറകോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്ന് വെച്ചാൽ തന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കപ്പെടാതെ കായിക മേഖലയിൽ കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തിട്ടുള്ള അന്തസ്സാർന്ന വിജയങ്ങളിൽ നിന്ന് കേരളത്തെ പിറകോട്ട് കൊണ്ടുപോവുകയും, എന്നാൽ കേരളത്തിലെ മലയാളി സമൂഹം, കായിക പ്രേമികളും അല്ലാത്തവരും ഉൾപ്പെടെ മെസ്സി എന്ന് പറയുന്ന ലോക നിലവാരത്തിലുള്ള കളിക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടോ അദ്ദേഹത്തോടുള്ള സ്നേഹമോ അതിന് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന് 2 വശം. ഒന്ന്, ഉത്തരവാദിത്വം നിർവഹിക്കാതെ കേവലം ഒരു മെസ്സി എന്ന് പറയുന്ന ഒരു താരത്തെ കൊണ്ടുവന്നാൽ എന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത കായിക മന്ത്രിയുടെ ഒരു ഭാഗം അങ്ങനെ നിൽക്കുമ്പോൾ, മറുഭാഗത്ത് നിരന്തരമായി കളവ് പറയുകയും ജനങ്ങളെ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലേക്ക്, കേരളത്തിന്റെ ഖജനാവിന് രൂപയുടെ നഷ്ടം ഉണ്ടായില്ല എന്ന് കളവ് പറയുമ്പോൾ തന്നെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കണക്കുകൾ പുറത്തു വരുന്നു. ഇതോടൊപ്പം തന്നെ ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇടപെടുന്നത് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ആണെന്ന് പറയുന്നു. പിന്നീട് ഒരു പ്രൈവറ്റ് ചാനലാണ് എന്ന രൂപത്തിലേക്ക് വാർത്തകൾ പുറത്തു വരുന്നു. എന്ന് വെച്ചാൽ നിരന്തരമായി കളവ് പറയുകയും കായിക പ്രേമികളുടെ കായിക ഇനത്തോടോ കായിക താരങ്ങളോടോ ഉള്ള ഇഷ്ടങ്ങളെ, പ്രേമത്തെ രാഷ്ട്രീയമായ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വഞ്ചകനായ മന്ത്രിയായി കേരളത്തിന്റെ കായിക മന്ത്രി മാറിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീനിവാസ്, താങ്കൾ പറഞ്ഞതുപോലെ ഈ ഏറെക്കുറെ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു മെസ്സി എത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഈ 13 ലക്ഷം രൂപ അതിന്റെ കണക്കിനി എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം ഇത് ഖജനാവിൽ നിന്ന് എടുത്തതാണ്. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, മന്ത്രി ആ പോയ ചിത്രങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ വിവരങ്ങളെല്ലാം പുറത്തു പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഇത്, അതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു 1 രൂപ പോലും സർക്കാർ ചെലവാക്കിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ല, മന്ത്രി എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ 1 രൂപ പോലും ചെലവഴിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ദൂർത്ത് പോലെ തന്റെ ഒരു യൂറോപ്യൻ യാത്രയ്ക്ക് വേണ്ടി മാത്രമായി പണം ഉപയോഗിച്ചുവോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഗുരുതരമായ തെറ്റുവച്ചിരിക്കുന്നു. ആ പണം ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ മന്ത്രി തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഇത് സാധാരണക്കാരന്റെ നികുതി പണമാണ്. മന്ത്രി പറഞ്ഞത് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല, ഇതിനുവേണ്ടി സർക്കാരൊന്നും ചെലവായിട്ടില്ല എന്നാണ്. എങ്കിൽ ഈ 13 ലക്ഷം രൂപ ആരെടുത്തതാണ്, എന്തിനെടുത്തതാണ്? ആ രേഖകൾ പറയുന്നത് മന്ത്രി തന്നെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ആ പണം ഖജനാവിലേക്ക് തിരിച്ചടക്കണം. അത് അദ്ദേഹം ധാർമ്മികമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇതിനെതിരെ കായിക പ്രേമികളിൽ, യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് MSF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വലിയ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ഇത് കേവലം മെസ്സി വരുമോ ഇല്ലയോ എന്ന പ്രശ്നം മാത്രമല്ല, മെസ്സി വരുന്നു ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കായിക മേഖലയിൽ കേരളം ഇതുവരെ കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളിൽ നിന്നും പിറകോട്ട് പോകുന്ന ഒരു മന്ത്രിയായി, പിറകോട്ട് കൊണ്ടുപോയ ഒരു കായിക മന്ത്രിയായി B. അബ്ദുറഹ്മാൻ എന്ന കായിക മന്ത്രിയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പഴയൊരു മലയാള സിനിമയിൽ നമ്മൾ പറയാറുണ്ട്, കരിമ്പ് വാങ്ങാൻ പോയി കിട്ടിയില്ല ചെലവിത്ര എന്ന് എഴുതി വെക്കുന്ന പോലെ മെസ്സിയെ കാണാൻ പോയി, ക്ഷണിക്കാൻ പോയി, മെസ്സിയെ കണ്ടതുമില്ല, ക്ഷണിച്ചതുമില്ല, മെസ്സി വന്നതുമില്ല, പക്ഷെ ചെലവ് 13 ലക്ഷമോ 15 ലക്ഷമോ ആണ് എന്ന് പറയുന്ന ഒരു പരിഹാസത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ PK നവാസ് പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.